ഇന്ത്യയുടെ ആണവായുധം അഥവാ ന്യൂക്ലിയർ വെപ്പണുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യം തന്നെ എന്താണ് ന്യൂക്ലിയർ വെപ്പൺ അല്ലെങ്കിൽ ആണവായുധങ്ങളെന്ന് നോക്കാം. എതിരെ നിന്ന് യുദ്ധം ചെയ്യുന്ന ശത്രുവിനെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനായിട്ട് പല യുദ്ധമുറകളും സ്വീകരിക്കാറുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ അളവിലുള്ള ഊർജ്ജം പുറത്തേക്ക് വിട്ട് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളെയും നശിപ്പിച്ച് കളയാൻ, കത്തിച്ച് കളയാൻ കഴിവുള്ളവയാണ് ബോംബുകൾ. സാധാരണ ബോംബുകളിൽ ഏതെങ്കിലും ഒരു രാസവസ്തു കത്തിയതിന് ശേഷം പുറത്തേക്ക് വരുന്ന ഊർജ്ജമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ന്യൂക്ലിയർ ബോംബുകളിൽ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നീ മെത്തേഡുകളാണ്. ആദ്യം നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളെയും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വലിയ ആറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതിന് ആ രൂപത്തിൽ തന്നെ നിൽക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് കുറവ് സംഭവിക്കും. അപ്പോൾ ഈ ആറ്റം എങ്ങനെയെങ്കിലും ചെറിയ ചെറിയ ആറ്റങ്ങളായിട്ട് മാറാനായിട്ടുള്ള ടെൻഡൻസി കാണിക്കും. സാധാരണഗതിയിൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഇത്തരം വലിയ ആറ്റങ്ങളിൽ നടക്കുക. ഒരു വലിയ ആറ്റം എടുക്കുമ്പോൾ ആ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അഥവാ ന്യൂക്ലിയസിൽ നിന്നും കണിക വിഘടിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും. ഈ ആറ്റം മറ്റൊരാറ്റമായിട്ട് രൂപാന്തരം പ്രാപിക്കും. പതിയെ മാസ് കുറഞ്ഞ ആറ്റങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞ ആറ്റങ്ങളിലേക്ക് ഒരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒരു മാർഗം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ രൂപാന്തരം സംഭവിച്ച് മറ്റ് ചെറിയ ആറ്റങ്ങളായിട്ട് മാറാനായിട്ട് ഈ വലിയ ആറ്റങ്ങൾക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്. ന്യൂക്ലിയർ ഫിഷൻ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ ആറ്റം എടുത്ത ശേഷം ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തേക്ക് ശക്തിയായി ഒരു ന്യൂട്രോണിനെ കൊണ്ട് ഇടിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ശക്തിയായി വന്ന് ഇടിച്ച ന്യൂട്രോണിൻ്റെ ഇമ്പാക്റ്റ് കാരണം ഈ വലിയ ന്യൂക്ലിയസ് പിളർന്ന് രണ്ട് എലമെൻ്റായിട്ട് മാറും. അങ്ങനെ രണ്ട് സെപ്പറേറ്റ് ആറ്റങ്ങളാകുന്ന സമയത്ത് ഒരല്പം ഊർജ്ജം ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വരും. ഇങ്ങനെ ആറ്റങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. കാരണം ന്യൂക്ലിയസിൽ നിന്നാണ് ഈ പറഞ്ഞ എനർജി ഉണ്ടാകുന്നത്. വളരെ കുറച്ചളവ് ഇന്ധനത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഊർജ്ജം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ വെപ്പണുകളുടെ പ്രഹരശേഷി എന്ന് പറയുന്നത് സാധാരണ കെമിക്കൽ വെപ്പണുകളെക്കാൾ വളരെയധികം കൂടുതലാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം ആറ്റം ബോംബ് വീണ കഥ നമുക്കറിയാം. വളരെയധികം നാശനഷ്ടമാണ് ഈ രണ്ട് ബോംബുകളും വിതച്ചത്. ഇങ്ങനെയുള്ള ബോംബുകളെ നമ്മൾ ഫിഷൻ ബോംബുകൾ എന്ന് പറയും. രണ്ടാമത്തെ തരം ബോംബുകളാണ് ഫ്യൂഷൻ ബോംബുകൾ അല്ലെങ്കിൽ തെർമോ ന്യൂക്ലിയർ ബോംബുകൾ എന്ന് പറയും. ഇവിടെ ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു രീതിയാണ്. ന്യൂക്ലിയർ ഫിഷനിൽ നമ്മൾ ഉപയോഗിച്ചത് വലിയ വലിയ ആറ്റങ്ങളാണെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ചെറിയ ആറ്റങ്ങളാണ്. രണ്ട് ചെറിയ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഒരു വലിയ ആറ്റമായിട്ട് മാറുന്നു. ഉദാഹരണത്തിന് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഒരു ഹീലിയം ആറ്റമായിട്ട് മാറുന്നു. സൂര്യനെ പോലെയുള്ള എല്ലാ നക്ഷത്രങ്ങളും കത്തുന്നതിന് കാരണമെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ കൂടിച്ചേർന്ന് ഹീലിയം ആകുന്ന പ്രോസസ്സാണ്. ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഹീലിയം ആകുമ്പോൾ കുറച്ച് ഊർജ്ജം പുറത്തേക്ക് വരും. ഈ ഒരു പ്രോസസ്സിന് നമുക്ക് തെർമോ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഫ്യൂഷൻ ബോംബുകളുടെ പ്രത്യേകത സാധാരണ ഫിഷൻ ബോംബുകളെക്കാൾ അതീവ പ്രഹരശേഷിയുള്ള ബോംബുകളാണെന്നുള്ളതാണ്. ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്നത് ഒരു ഫ്യൂഷൻ ബോംബിൻ്റെ ഉദാഹരണമാണ്. അങ്ങനെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങളുടെ കൂട്ടത്തിലാണ് ഈ രണ്ട് ടെക്നോളജികളും, അതായത് ന്യൂക്ലിയർ ബോംബുകൾ എന്ന് വിളിക്കപ്പെടുന്ന ന്യൂക്ലിയർ ഫിഷൻ ബോംബുകളും ന്യൂക്ലിയർ ഫ്യൂഷൻ ബോംബുകളും നിൽക്കുന്നത്. ഇനി ലോകരാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം ഇതിലെവിടെയാണെന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ചരിത്രം ഒന്ന് പരിശോധിക്കാം. 1962 ഇൻഡോ ചൈന വാറിലുണ്ടായ പരാജയമാണ് ഇന്ത്യക്കും ഒരു ആണവായുധം വേണം, ആണവ ശക്തിയായിട്ട് മാറണം എന്നുള്ളൊരു തോന്നലിലേക്ക് ഇന്ത്യൻ ഗവൺമെൻറ് നയിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആയപ്പോഴാണ് ആദ്യമായി ന്യൂക്ലിയർ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള അനുമതി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നത്. പിന്നീട് 1974 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തുന്നത്. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ എന്നാണ് വളരെ സീക്രട്ടായിട്ട് നടന്നിട്ടുള്ള ഈ ഒരു ആണവ പരീക്ഷണത്തിൻ്റെ പേരായിട്ട് കൊടുത്തിരുന്നത്. ന്യൂക്ലിയർ ടെസ്റ്റുകളൊന്നും നടത്തരുത് എന്നുള്ളൊരു ധാരണയിൽ ലോകരാഷ്ട്രങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഇന്ത്യ പൊഖ്രാനിൽ ഈ ഒരു ആണവ പരീക്ഷണം നടത്തുന്നത്. അതിനുശേഷം 1998 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് രണ്ടാമത്തെ ആണവ പരീക്ഷണം നടന്നത്. ഓപ്പറേഷൻ ശക്തി എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന ഈ ഒരു പരീക്ഷണത്തിലാണ് ഇന്ത്യ ആദ്യത്തെ തെർമോ ന്യൂക്ലിയർ വെപ്പൺ പരീക്ഷിച്ചത്. ഇന്ത്യ ഒരിക്കലും ഒരു അഗ്രസീവായിട്ടുള്ള രാഷ്ട്രമല്ല എന്ന് നമുക്കറിയാം. മറ്റ് രാജ്യങ്ങൾ അങ്ങോട്ട് പോയി ആക്രമിക്കുന്ന രീതി നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ന്യൂക്ലിയർ വെപ്പണൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ന്യൂക്ലിയർ പോളിസിയും അത്ര തന്നെ ശുദ്ധമായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. അങ്ങനെ ഈ ഓരോ ആണവ പരീക്ഷണം നടക്കുമ്പോഴും ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി ഡെവലപ്പ് ആയിക്കൊണ്ടേയിരുന്നു. 1999 വളരെ വിശദമായിട്ടുള്ളൊരു ന്യൂക്ലിയർ പോളിസി ഇന്ത്യൻ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ഈ പോളിസിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നോ ഫസ്റ്റ് യൂസ് പോളിസി എന്ന് പറയുന്നത്. നോ ഫസ്റ്റ് യൂസ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഒരിക്കലും
തുടക്കത്തിൽ ആണവായുധം പ്രയോഗിക്കില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ശത്രു രാജ്യങ്ങൾ ഇന്ത്യയുടെ നേർക്ക് ആണവായുധങ്ങൾ പ്രയോഗിച്ചാലോ അല്ലെങ്കിൽ വളരെ ഗുരുതരമായ രീതിയിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാലോ മാത്രമേ ഇന്ത്യ ആണവായുധങ്ങൾ പുറത്തേക്കെടുക്കുകയുള്ളൂ അല്ലെങ്കിൽ പ്രയോഗിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു പോളിസിയുടെ അർത്ഥം. കൃത്യമായ എണ്ണം ഗവൺമെൻറ് പുറത്തുവിട്ടില്ലെങ്കിൽ പോലും ഏകദേശം 172ഓളം ന്യൂക്ലിയർ വാർഹെഡുകൾ ഇന്ത്യയുടെ കൈവശം ഉണ്ടെന്നുള്ളതാണ് അൺഒഫീഷ്യലായിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ശരിയായ ന്യൂക്ലിയർ പവറായിട്ട് ഒരു രാജ്യത്തിന് മാറണമെങ്കിൽ ആണവ ബോംബുകൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ. പകരം സ്ട്രാറ്റജിക് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ അച്ചീവ് ചെയ്തിരിക്കണം. ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ ആറ്റം ബോംബിനെ ക്യാരി ചെയ്യാനായിട്ടുള്ള വെഹിക്കിളുകൾ വേണം. കൃത്യമായ ഡെസ്റ്റിനേഷനുകളിൽ ഈ ന്യൂക്ലിയർ വാർഹെഡുകളെ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ന്യൂക്ലിയർ ട്രയാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 3 ഘടകങ്ങൾ ചേർന്നതാണ് സ്ട്രാറ്റജിക് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്നത്. അതിലൊന്നെന്ന് പറയുന്ന ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയും. അതായത് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് വരെ പോകാൻ തക്ക ശേഷിയുള്ള റേഞ്ചുള്ള മിസൈലുകൾ കൈവശം വേണം. അഗ്നി 1, 2, 3, 4, 5 എന്നിങ്ങനെ അഗ്നി സീരീസുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ പൃഥ്വി 2 എന്ന് പറയുന്ന മിസൈലും ന്യൂക്ലിയർ വാർഹെഡ് ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ശൗര്യ എന്ന് പറയുന്ന ഒരു മിസൈലും നമുക്കുണ്ട്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ്. അതായത് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന മിസൈലുകൾ. നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള K-15 എന്ന് പറയുന്ന ഒരു തരം മിസൈല് സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ബോംബർ എയർക്രാഫ്റ്റുകളാണ്. നമുക്കറിയാം ഇന്ത്യക്ക് ഒരുപാട് യുദ്ധവിമാനങ്ങളുണ്ട്. ഇതിൽ തന്നെ ന്യൂക്ലിയർ വാർഹെഡ് ക്യാരി ചെയ്യാൻ കഴിയുന്ന വിമാനങ്ങളാണ് മിറാജ് 2000H അതുപോലെ ജാഗ്വർ IS എന്ന് പറയുന്ന വിമാനം. ഈ ഒരു ന്യൂക്ലിയർ ട്രയാഡ് അച്ചീവ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് രാജ്യങ്ങളേ ഉള്ളൂ. അതിൽ ഇന്ത്യയും ഒരു രാജ്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇന്ത്യ ഇന്നേ വരെ നേരിട്ട ഓരോ യുദ്ധത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിബൃഹത്തായിട്ടുള്ള ആയുധ ശേഖരത്തിൻ്റെ സാങ്കേതിക മേന്മയൊന്നുമല്ല. പകരം ഏതൊരു പ്രതികൂലാവസ്ഥയെയും കൃത്യമായ യുദ്ധതന്ത്രങ്ങളിലൂടെ നേരിടാൻ കഴിവുള്ള നമ്മുടെ പ്രിയ സൈനികരുടെ കറതീർന്ന ആത്മസമർപ്പണമാണ്. വീണ്ടും രസകരമായിട്ടുള്ള ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.